വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫെലനോപ്സിസ് പൂക്കളെ കുറിച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഈ ഒരു ചെടി നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഞാനിത് ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നു. ഞാൻ കുറേ മുമ്പേ ഒരു ചെടിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഒരു വർഷം മുമ്പേ ഒരു ചെടി മേടിച്ച് നോക്കി, പക്ഷേ അത് എൻ്റെ അടുത്ത് നിന്ന് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എങ്ങനെ നശിച്ചു, അതിൽ നിന്ന് ഞാൻ എന്തൊക്കെ പാഠങ്ങൾ പഠിച്ചു എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എന്നാൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കും പറഞ്ഞുതരാം. ഫെലനോപ്സിസ് എന്ന് പറയുന്നത് ഒരു മോണോപോഡൈൽ ഓർക്കിഡാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് ഒരു സിംഗിൾ സ്റ്റെമ്മിൽ നിന്നാണ് അതിൻ്റെ ഗ്രോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മോണോപോഡൈൽ എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത്. പിന്നെ ഈ ചെടീൻ്റെ മെയിൻ ആയിട്ടുള്ള റെസെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വെള്ളം കൊടുക്കുന്ന രീതിയാണ്. അതായത് അതിൽ മോയ്സ്ചർ വേണം, എന്നാൽ കൂടുതലായിട്ട് വെറ്റാവാനും പാടില്ല, എന്നാൽ കൂടുതലായിട്ട് ഡ്രൈ ആവാനും പാടില്ല. അത് നമ്മളൊന്ന് നന്നായിട്ട് ബാലൻസ് ചെയ്യണം. പിന്നെ പോരാത്തിന് അതിനൊരു പേര് ബട്ടർഫ്ലൈ ഓർക്കിഡ് എന്നും കൂടി ഒരു പേരുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലൈറ്റിംഗ് ആണ് മെയിനായിട്ട്. ലൈറ്റിംഗ് ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഇതിന് കൂടുതലായിട്ട് ഇഷ്ടം. ഞാനെന്ന് വെച്ചത് ഇങ്ങനെ മെല്ലെ ചെയ്ത് നോക്കുന്നേല്ലോ കേട്ടോ. എങ്ങനെയൊക്കെയാണ് പോട്ട് ചെയ്യുക, റീപോട്ട് ചെയ്യുക, അതുപോലെ ഇത് ചെടികൾ കേടായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കൂടുതലായിട്ട് കേടാവാതെ ഇരിക്കാൻ. വളരെ ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന ശരിക്കും ഒരു ചെടിയാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഇത് അത്രയും കെയർ കൊടുക്കണം, അത് കെയർ കൊടുക്കണം കേട്ടോ. പക്ഷേ ഭയങ്കരമായിട്ട് നമ്മളതിനെ കൂടുതലായിട്ട് അതിനെ പാമ്പർ ചെയ്യണം. ഡെൻഡ്രോബിയം ഒക്കെ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ആയാലും അങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചു പോവില്ല. നമ്മൾ അത്രയ്ക്കും അതിനെ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത്രയ്ക്കും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ ഡെൻഡ്രോബിയംസ് ഒക്കെ കേടാവുള്ളൂ. പക്ഷേ നമ്മളെ ഫെലനോപ്സിസിനെ സംബന്ധിച്ചിടത്തോളം എന്നൊന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. വെള്ളം ഒഴിച്ച് നമ്മൾ നശിപ്പിക്കരുത്. അപ്പോൾ വെള്ളം കൂടുതലും ആവുമ്പോഴാണ് എന്താവുക, ചെടി നശിച്ചു പോവുക. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് എനിക്ക് ഒരു കാര്യം മിസ്റ്റേക്ക് പറ്റിയിരുന്നത്. ഞാൻ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു പോയി. അപ്പം ഒരു വർഷം മുമ്പ് ഞാൻ വയനാട്ടിൽ നിന്ന് ഒരു ചെടി കിട്ടിയതാണ്. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. ഡെൻഡ്രോബിയംസ് ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ ഫെലനോപ്സിസ് ഇല്ല. ഒന്നാമത് അതിൻ്റെ റേറ്റ് കാരണം നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 750 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ചെടി മേടിച്ചിരുന്നത്. ഒരുപാട് വലുപ്പമില്ല, എന്നാൽ അത്യാവശ്യം നല്ല മെച്ചുവർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു. ഒരു കുഞ്ഞു സ്റ്റോക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റാണ് മേടിച്ചിരുന്നത്. അതിന് അന്ന് തന്നെ 750 റുപ്പീസ്. അപ്പം ഇത്ര സൈസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെടി. ഇതിനെക്കാട്ടി കുറച്ചുകൂടി ചെറുതായിരുന്നു ചെടി. അപ്പോൾ അങ്ങനെ വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പോൾ അതിൻ്റെ കെയറും വലിയ അറിവൊന്നുമില്ല. പക്ഷേ ഇതിന് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് വേണ്ടതെന്ന് അറിയാം. ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മൾ കൊടുക്കരുത് അറിയാം. ഡയറക്റ്റ് സൺലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിപ്പോൾ കുറേ ദിവസമായിട്ടോ ഈ പൂക്കളിരിക്കണം. അതാണ് ഇതിന് ഒരു ഓറഞ്ച് കളർ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഓറഞ്ച് കളർ വന്നു, അല്ലെങ്കിൽ പൂക്കൾ കൊഴിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് കൂടുതലായിട്ട് നമ്മൾ ആ ചെടിക്ക് സ്ട്രെയിൻ കൊടുക്കാതെ, ഇപ്പം ഞാൻ ചെയ്യാൻ പോകണമെന്ന് എന്താ വെച്ചാൽ ഈ ഓറഞ്ച് തണ്ട് ഉണ്ടല്ലോ, ഈ സ്റ്റോക്ക് വന്ന ഈ ഒരു തണ്ട് നമ്മൾ അടിഭാഗം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് സ്ട്രെയിൻ കുറയും. മറ്റേതെന്താ വെച്ചാൽ ഗ്രാജുവലി അടുത്തതിലേക്കും ബാധിക്കും അത്. അപ്പോൾ അതൊരു പോയിൻ്റാണ്. അപ്പോൾ അന്ന് ആ ഒരു ചെടി ഒറ്റ ചെടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചെടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് എന്നൊന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2-3 ദിവസം കൂടുമ്പോൾ ഞാനത് പെട്ടെന്ന് മേൽഭാഗം ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതല്ല, അടിയിൽ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ നമ്മൾ നോക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചട്ടി വേണം നമ്മൾ ഫെലനോപ്സിസ് ഓർക്കിഡ്സിന് കൊടുക്കേണ്ടത്. എന്താ വെച്ചാൽ മറ്റേ നമുക്ക് ഉള്ളിലേക്ക് കാണാൻ പറ്റും. ഇനി മൺചട്ടിയിലൊക്കെ വെക്കാം കേട്ടോ, നല്ലതാണ്, തണുപ്പ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു വെള്ളം നമ്മൾ കൊടുത്താൽ മതി. പക്ഷേ നമുക്കിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പോട്ടായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് ഹോള് വേണമെന്നൊന്നും, ചുറ്റും ഹോള് വേണമെന്നൊന്നുമില്ല. അത്യാവശ്യം നല്ല നമ്മൾ വെള്ളം വാർന്നു പോകാനുള്ളൊരു സ്പേസ് കൊടുക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഹോൾസ് വേണമെന്നൊന്നുമില്ല. നമ്മളെ ഡെൻഡ്രോബിയത്തിനൊക്കെ ഒരുപാട് ഇപ്പം ഇതൊക്കെ കണ്ടില്ലേ, ഇതിൽ ഒരുപാട് ഹോൾസ് ഇങ്ങനെ ഇങ്ങനത്തെ പോട്ടിലും വെക്കുക കേട്ടോ, വരുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ പുതിയ സ്പേസ് ആട്ടോ. നമ്മൾ അടുക്കളേൻ്റെ തൊട്ട ബാക്കിലായിട്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ കിണറിൻ്റെ ഒക്കെ ഭാഗത്തായിട്ടാണ് നമ്മൾ അത്യാവശ്യം ചെടികൾ. അപ്പോൾ ഫെലനോപ്സിസ് തൽക്കാലം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ വെച്ചതാണ്. ഇത് നമ്മൾ മേലത്തെ പോളി ഹൗസിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് എനിക്ക് കുറച്ചുകൂടി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ചെടികൾ താഴത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ നമ്മുടെ ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, കെയറിൻ്റെ കാര്യം പറയുക, അങ്ങനെ ഞാൻ ആ ചെടി വാങ്ങിച്ചു. നമ്മൾ കോട്ടിയാടിൻ്റെ ഉള്ളിലായിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം. അപ്പോൾ ആ ചെടി നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പം പക്ഷേ സ്റ്റോക്കൊക്കെ വിരിഞ്ഞ് പൂക്കളൊക്കെ ഞാൻ കണ്ടു. ഭയങ്കര ഭംഗിയുള്ള പൂക്കളായിരുന്നില്ല, ഒരു ലൈറ്റ് കളറുള്ളൊരു വയലറ്റ് ഷെയ്ഡായിരുന്നു പൂവ്.
അപ്പോൾ അങ്ങനെ ഞാൻ അതിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുമായിരുന്നു. വെള്ളം കൊടുത്ത് നശിപ്പിക്കുക എന്ന് പറയുമല്ലോ. അപ്പം അടിയത്തെ ഇലകൾ മുതൽ ഇങ്ങനെ യെല്ലോ കളറായി വന്നു. ഒരു ഇത് സംഭവം യെല്ലോ കളറായി കഴിഞ്ഞപ്പോൾ ഞാനത് ശരിക്കും പറയാൻ വെച്ചാൽ നമ്മളങ്ങനെ യെല്ലോ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇലകൾ എന്ന് വെച്ചാൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ പ്രായം കൂടിയിട്ടായിരിക്കും ചില ഇലകൾ പഴുത്തു പോകുക, ഇല്ലെങ്കിൽ നമ്മൾ വേണ്ട കൂടുതൽ വെള്ളം ഒഴിച്ചാലാണ് അത് സംഭവിക്കുക. അപ്പം ഇതൊരു ചെടിയല്ലേ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കരുതൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ കരുതലായിപ്പോയി. അപ്പോഴത്തേക്കും അങ്ങനെ ഗ്രാജുവലായിട്ട് എല്ലാ ഇലകളും പോയി. പിന്നെ അവസാനം അതിൻ്റെ റൂട്ട് മാത്രമായി. അപ്പോൾ പിന്നെ ആ റൂട്ടും കിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ ഞാനത് റീസെറ്റ് ചെയ്ത്, അതായത് റീപോർട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കാണാൻ പറ്റിയത് അതിൻ്റെ നമ്മുടെ ഈ റൂട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അടിയത്തെ റൂട്ടൊക്കെ കംപ്ലീറ്റ്ലി ഡെഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഗ്രീൻ ആയിട്ടാണ്. പക്ഷേ ചില റൂട്ട്സ് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഡെഡ് ആയിട്ടുള്ള റൂട്ട്സ് ചിലപ്പം വരും. ഇങ്ങനെ ബ്രൗൺ മാറി അതിങ്ങനെ ഉണക്കം വരും അതിന്. അപ്പോൾ അങ്ങനത്തെ ഡെഡ് ആയിട്ടുള്ള റൂട്ട്സ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആ ഗ്രീൻ വരുന്ന ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്യുക. ഗ്രീൻ ആയി തുടങ്ങുന്ന ഭാഗം വെച്ച് കണ്ട് ഫംഗിസൈഡും കുറച്ച് അതിൻ്റെ മേലെ തേച്ചോളൂ. എന്നാൽ പിന്നെ ഇൻഫെക്ഷൻസ് ഒന്നും പെട്ടെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ചെടി എനിക്ക് കിട്ടിയേനെ, രക്ഷപ്പെട്ടേനെ. പക്ഷേ അത് ഗ്രാജുവലായിട്ട് അത്രയും വില കൊടുത്ത് വാങ്ങി ആ ഒരു ചെടി നശിച്ചു പോയി. അപ്പം അതിനുശേഷം എനിക്കൊരു പേടിയായിരുന്നു ഫെനലോപ്സിസ് വാങ്ങിക്കഴിഞ്ഞ്. പിന്നെ അതിൻ്റെ കെയർ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഞാൻ കുറച്ചായിട്ട് ചെടികളൊക്കെ വാങ്ങി. പിന്നെ അത്യാവശ്യം പൂക്കളൊക്കെ ചെടികൾ ഇട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് അത് ഇതായത്. അപ്പോൾ ഞാൻ ഒരുപാട് റീപോർട്ട് ചെയ്യാൻ അധികം ശ്രമിക്കാറില്ല. അത്യാവശ്യം ഇങ്ങനത്തെ വലിയ പോട്ടിലൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ എപ്പോഴും റീപോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ വളരെ കുഞ്ഞ് പോട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ കുഞ്ഞ് സീഡ്ലിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനൊന്ന് തൊട്ട വലിയ സൈസ് പോട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ചെടി നന്നാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല ചെറിയ പോട്ടിലിരിക്കുന്ന ഒരു ചെടിയാണ്. അത്യാവശ്യം ചെറിയ ഒരു ചെടിയാണ്. പിന്നെ ഏതാ നമുക്ക് കുറച്ച് ഫെലനോപ്സിസിൻ്റെ സീഡ്ലിങ്സ് നമുക്ക് കുറച്ച് അവൈലബിൾ ആണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സീഡ്ലിങ്സ് ഉണ്ടോയെന്ന്. നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ എൻക്വയറി വരുമ്പോൾ തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ്സ്, അതായത് ഇലകളൊക്കെ നല്ല വലുപ്പമുള്ള സീഡ്ലിങ്സ് കുറച്ച് അവൈലബിൾ ആണ്. ഇത് ഹാർഡൻ പ്ലാന്റ്സ് അല്ല കേട്ടോ, ഇത് അത്യാവശ്യം സീഡ്ലിംഗ് നല്ല വലുപ്പമുള്ള സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ്. അപ്പം ഇത് കോംബോ ആയിട്ട് നമ്മളിപ്പം ഒരു ഓഫറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ മാത്രം, വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ, ഒരുപാട് എണ്ണമില്ല. കുറച്ചിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ കുറച്ച് പ്ലാൻസ് തന്നെയുള്ളൂ. അപ്പോൾ വേണ്ടവർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പം മുമ്പേ നമുക്ക് ഡെൻഡ്രോബിയം എൻക്വയറി വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നതിനെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ ഞാൻ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫെലനോപ്സിസിൻ്റെ സീഡ്ലിങ്സ് വേണ്ടവർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. ഞാൻ ഓരോരുത്തർ റെസ്പോണ്ട് ചെയ്ത് വരുന്നതാണ് കേട്ടോ. അപ്പം അയച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ അയക്കരുത്. അപ്പം വേണ്ടവർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. വിത്ത് സ്പൈക്ക് ആയിട്ടുള്ള പിന്നെ പൂ ഇട്ടിട്ടുള്ള ചെടിയാണ്. അതാ വൈറ്റാണ്. വൈറ്റിൽ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നല്ല ചെടിയാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ്. അപ്പോൾ റൂട്ട്സൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ചിലത് ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ മുമ്പ് തന്നെ കട്ട് ചെയ്ത് മാറ്റാമെന്നുള്ളൂ. പിന്നെ എപ്പോഴും അടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കരുത്. കഴിയുന്നതും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ നോക്കുക. ഈ കൂമ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അതിന് എബ്സോർബായി പോകാനുള്ളൊരു സ്പേസിലല്ലായിരിക്കും നമ്മൾ വെച്ചിട്ടുണ്ടാവുക. എനിക്കൊക്കെ അതായിരുന്നു പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്താ ആ കോട്ടിയാടിൻ്റെ അകത്ത് അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലൈറ്റ് തന്നെ കിട്ടിയിരുന്നത്. പക്ഷെ അതിന് വേണ്ട വിധത്തിലുള്ള ലൈറ്റ് കിട്ടാത്ത കാരണം ഈ വെള്ളം ഇവിടെ കിടന്നിട്ട് അതങ്ങനെ കൂമ്പിൻ്റെ അടിയിലേക്ക് കെട്ട് പോവുക ചെയ്തത്. അപ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം കൊടുക്കുകയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് എബ്സോർബായി പോവണം. അതായത് നമുക്ക് അത്യാവശ്യം ഒരു ലൈറ്റ് കിട്ടി അത് വലിച്ചെടുക്കാം. മറ്റേതെന്താ ചെയ്യുക വെച്ചാൽ അടിയിലേക്ക് പോയിട്ട് അടിയത്തെ ഭാഗങ്ങളൊക്കെ യെല്ലോ ആക്കി അതിനെ നശിപ്പിക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേക സ്റ്റെപ്പ്. നമ്മൾ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇലേൻ്റെ അടിയിൽ എപ്പോഴും കൊടുക്കാൻ നോക്കുക. അടിയിലും പിന്നെ നനച്ചതിന് ശേഷം ചെടിയൊന്ന് പോട്ടിംഗ് മിക്സ് നനച്ചതിന് ശേഷം മാത്രം ഫെർട്ടിലൈസർ കൊടുക്കാൻ നോക്കുക. പിന്നെ കഴിയുന്നത് നമ്മൾ ഈ പോട്ടിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ചെറിയ തുണി എടുത്തിട്ട് അല്ലെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ ഒരു ഇതെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇലകൾ, കുറച്ച് ചെടികളല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ കുറച്ച് ഇലകൾ നമ്മൾ നന്നായിട്ട് അതിനെ തുടച്ച് കൊടുത്താലും മതി. അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ അതിൻ്റെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആയുസ് കുറയും ചെയ്യും. പെട്ടെന്ന് തന്നെ അത് യെല്ലോ കാവ് അങ്ങനെ ചെയ്യേണ്ടല്ലോ. നമുക്ക് ജസ്റ്റ് അതിന് ക്ലീൻ ചെയ്യണം. എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ടില്ല, അപ്പം അങ്ങനെ കുത്തി സ്പോട്ട്സ് കണ്ടോ. അപ്പം അങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തുടച്ച് കൊടുത്താൽ മതി. പിന്നെ കഴിയുന്നത് നമ്മൾ ഓൺലൈനൊക്കെ ആയിട്ട് നമ്മൾ ചെടികൾ മേടിക്കുകയാണെങ്കിൽ അതിനൊന്ന് കുറച്ച് ഫംഗിസൈഡ് നമ്മൾ കലക്കി വെക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ കുറച്ച് ഫംഗിസൈഡ് ഇട്ടിട്ട് കലക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതാക്കുക. ഒരുപാട് സമയം ഞാൻ എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പിൻ്റെ അടിയിൽ കുറച്ച് നേരം ഇങ്ങനെ കൊണ്ടുവെക്കും.
അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ക്യാൻ പോലത്തെ ഇത് വേണം വേഗം നനയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്പ്രെയർ ഉപയോഗിച്ച് നനയ്ക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമാവില്ല, നമുക്ക് വേണ്ട വിധത്തിലുള്ള വെള്ളം നമുക്ക് കിട്ടുള്ളൂ. സ്പ്രെയർ ഉപയോഗിച്ച് നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കാൻ എപ്പോഴും നമ്മൾ സ്പ്രെയർ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഫെർട്ടിലൈസർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുക, നമ്മൾ സ്പ്രെയർ ഉപയോഗിക്കുക. വെള്ളം കൊടുക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 10 സെക്കൻഡ്സ് നമ്മൾ ഈ പൈപ്പിൻ്റെ അടിയിൽ കൊണ്ട് ഇവിടെ മാത്രം കാണിക്കാം. അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വാർന്നു പോകും. അപ്പോൾ അതൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സാണ്. ഈ ടിപ്സാണ് നമുക്ക് ഫെലനോപ്സിസിന് വേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് ഭയങ്കരമായിട്ട് അതിനെ ഇതാക്കണ്ട, അതിനെ ജസ്റ്റ് അത് അങ്ങനെ വെച്ചാൽ മതി. നനച്ചിട്ടില്ലെങ്കിൽ അത്രയും സന്തോഷം. ഇടയ്ക്ക് മാത്രം വെള്ളം കൊടുക്കുക, അതായത് അതിൻ്റെ പോട്ടിംഗ് മിക്സിനനുസരിച്ചിട്ട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഡ്രൈ ആയിച്ചിട്ട് നശിച്ചു പോകില്ലേ ചെടി, പക്ഷേ വെള്ളം കൂടി കഴിഞ്ഞാലാണ് ചെടി നശിച്ചു പോകുക. അപ്പോൾ ഇടയ്ക്ക് വൺസ് ഇൻ എ മന്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഫംഗിസൈഡ് കൊടുക്കുക. അതുപോലെ ഫെർട്ടിലൈസറും ഒരു 2 വീക്സ് കൂടുമ്പോൾ നമ്മൾ കൊടുക്കുക നല്ലതാണ്. കഴിയുന്നതും ഈ മഴക്കാലത്തൊന്നും കഴിയുന്നതും നമ്മൾ എന്താ പറയുക, ജൈവവളങ്ങൾ കൊടുക്കാതിരിക്കുക കേട്ടോ. എല്ലാത്ത സമയങ്ങളിൽ ജൈവവളങ്ങൾ കൊടുത്തിട്ട് കുഴപ്പമില്ല. ഈ മഴക്കാലത്ത് ജൈവവളം കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ കൂടുതൽ ചാൻസ് ആണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കഴിയുന്നതും കെമിക്കൽ തന്നെ കൊടുത്തോളൂ, പക്ഷേ അത് കറക്റ്റായിട്ട് ഒരുപാട് വളങ്ങൾ നമ്മൾ കൂടിപ്പോകരുത്, ആവശ്യത്തിനുള്ള മാത്രം. അതിന് ഒരു ചെടിക്ക് എത്ര വേണം, ചെടീൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അതിന് കപ്പാസിറ്റി ഉണ്ട്, അത്രയും ഫെർട്ടിലൈസർ അതിന് ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഏകദേശം ആ ചെടീനൊന്ന് സ്റ്റഡി ചെയ്യുക. പെട്ടെന്ന് തന്നെ ഒരുപാട് ചെടികൾ മേടിക്കാതെ അതെങ്ങനെയാണ് ആ ചെടീൻ്റെ സ്വഭാവം. അപ്പോൾ ഡെൻഡ്രോബിയംസ് ഒക്കെ നമുക്കിപ്പോൾ എങ്ങനെ വെച്ചാലും ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് അതൊരു താളം കിട്ടും. അതുപോലെ തന്നെയാണ് ഈ ഒരു ചെടിയും. ഈ ചെടിയായിരിക്കും ഡെൻഡ്രോബിയം നോക്കുന്നതിനെക്കാട്ടും ഈസി ആയിട്ട് നോക്കാം എന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം കൊടുക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പോട്ടിംഗ് മിക്സ്, നമ്മൾ ഏത് പോട്ടിംഗ് മിക്സ് ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കെയറിങ് ആണ് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് കേട്ടോ.